കടൽമണൽ ഖനനത്തിനെതിരെ കേരള സ്റ്റേറ്റ് ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്തിരിക്കുന്ന തീരദേശ ഹർത്താൽ ബുധനാഴ്ച രാത്രി 12 മുതൽ വ്യാഴാഴ്ച രാത്രി 12 മണി വരെ ആയിരിക്കുമെന്ന് ജനറൽ കൺവീനർ പി ചിത്തരഞ്ജൻ MLA അറിയിച്ചു. 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഹർത്താൽ കേരളത്തിന്റെ തീരദേശമാകെ നിശ്ചലമാക്കും. കേന്ദ്ര സർക്കാർ നയത്തിനെതിരായി മാർച്ച് 12-ന് ഡൽഹിയിൽ പാർലമെന്റ് മാർച്ച് നടക്കും. ഖനന നടപടികൾ റദ്ദ് ചെയ്യുന്നില്ലെങ്കിൽ കൂടുതൽ ശക്തമായ സമരപരിപാടികൾ നടത്തുവാൻ കേരള സ്റ്റേറ്റ് ഫിഷറീസ് കോർഡിനേഷൻ യോഗം ചേർന്ന് തീരുമാനിക്കുമെന്ന് പി ചിത്തരഞ്ജൻ MLA അറിയിച്ചു. കടൽ മണൽ ഖനനത്തിനെതിരെ കേരള സ്റ്റേറ്റ് ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്തിരിക്കുന്ന തീരദേശ ഹർത്താൽ ബുധനാഴ്ച രാത്രി 12 മുതൽ വ്യാഴാഴ്ച രാത്രി 12 മണി വരെ ആയിരിക്കുമെന്ന് ജനറൽ കൺവീനർ പി ചിത്തരഞ്ജൻ MLA അറിയിച്ചു. ഫെബ്രുവരി മാസം 27-ാം തീയതി പ്രഖ്യാപിച്ചിരിക്കുന്ന ഹർത്താൽ 26-ാം തീയതി രാത്രി 12 മണി മുതൽ 27-ാം തീയതി രാത്രി 12 മണി വരെ 24 മണിക്കൂറായിരിക്കും. ഈ ഹർത്താലിന് വലിയ പിന്തുണയാണ് കേരളത്തിലെ പൊതുസമൂഹം ആകെ നൽകുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രബലമായ അല്ലെങ്കിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിലെ നിർണായക ശക്തികളായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും കടൽ മണൽ ഖനനത്തിനെതിരായിട്ടുള്ള സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അഭിമന്യരായിട്ടുള്ള ബിഷപ്പുമാർ കേരളത്തിലെ ലത്തീൻ സമൂഹമാകെ ഈ സമരത്തിന് ധാർമ്മികമായ പിന്തുണ പ്രഖ്യാപിക്കുകയും അതോടൊപ്പം തന്നെ ഈ സമര പ്രക്ഷോഭ പരിപാടികൾ വിജയിപ്പിക്കാൻ ആത്മാർത്ഥമായി ഞങ്ങൾക്ക് സഹായങ്ങൾ നൽകുകയാണ്. അതോടൊപ്പം തന്നെ മത്സ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന ധീവരസഭ, തീരദേശ മേഖലയിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം ജമാത്തുകൾ ഇതെല്ലാം എന്ന് വെച്ചാൽ ഞാൻ സൂചിപ്പിച്ചത് സാമുദായിക ചിന്തകൾക്കപ്പുറം എല്ലാവരുടെയും വലിയ പിന്തുണ ഇതിനുണ്ട്. അതോടൊപ്പം തന്നെ ഈ മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട പല രംഗത്ത് പണിയെടുക്കുന്നവരുണ്ട്. തൊഴിലാളികൾ മാത്രമല്ല, കച്ചവടക്കാരുടെ സംഘം, ഫിഷ് മർച്ചൻ്റ് അസോസിയേഷൻ, അതോടൊപ്പം തന്നെ പീനേഴ്സ് ഷെഡ് ഓണേഴ്സ്, അതുപോലെ തന്നെ ഐസ് പ്ലാന്റ് ഓണേഴ്സ്, അങ്ങനെയുള്ള എല്ലാവരുടെയും പരിപൂർണമായിട്ടുള്ള പിന്തുണ ഈ സമരത്തിന് ലഭിക്കുന്നു എന്നുള്ളത്. ഈ സമരത്തോട് ഈ ഹർത്താലിനോടനുബന്ധിച്ച് 27-ാം തീയതി പണിമുടക്കുന്ന തൊഴിലാളികൾ എല്ലാ സ്ഥലത്തും പ്രകടനങ്ങൾ സംഘടിപ്പിക്കും. 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഹർത്താൽ കേരളത്തിന്റെ തീരദേശമാകെ നിശ്ചലമാക്കും. മത്സ്യബന്ധനത്തിന് അന്നേ ദിവസം തൊഴിലാളികൾ പോകില്ല. ഹാർബറുകളും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളും മാർക്കറ്റുകളും തുറന്നു പ്രവർത്തിക്കില്ല. സംസ്ഥാനത്തെ ഏറ്റവും പ്രബലമായ രാഷ്ട്രീയ മുന്നണികളായ LDF-ഉം UDF-ഉം ഹർത്താലിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം ലത്തീൻ സഭ, ധീവരസഭ, വിവിധ ജമാഅത്തുകളും ഹർത്താലിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. പണിമുടക്കി തൊഴിലാളികൾ രാവിലെ 9 മണിക്ക് പ്രധാന കേന്ദ്രങ്ങളിലാകെ പ്രകടനവും സമ്മേളനങ്ങളും സംഘടിപ്പിക്കും. 125 കേന്ദ്രങ്ങളിൽ പൊതുസമ്മേളനങ്ങൾ നടക്കും. കോർഡിനേഷൻ ചെയർമാൻ TN പ്രതാപൻ തൃശൂർ അഴീക്കോട്, പി ചിത്തരഞ്ജൻ MLA ചെത്തി ഹാർബർ, TJ അഞ്ചലോസ് XMB തോട്ടപ്പള്ളി, V ദിനകരൻ XMLA പുന്നപ്ര ഫിഷ് ലാൻഡ്, ഉമ്മർ ഒട്ടുമ്പൽ താനൂർ, കൂട്ടായി ബഷീർ പൊന്നാനി, ലീലാകൃഷ്ണൻ അഴീക്കൽ ഹാർബർ, പുല്ലുവിള സ്റ്റാൻലി വിഴിഞ്ഞം, ജാക്സൺ പൊള്ളയിൽ അർത്തുങ്കൽ, T മനോഹരൻ നീണ്ടകര, പീറ്റർ മത്യാസ് കൊല്ലം തങ്കശ്ശേരി, ചാൾസ് ജോർജ് കൊച്ചി, അഡ്വക്കേറ്റ് അഡോൾഫ് മുറയിൽ പൂന്തുറ, R ഗംഗാധരൻ കാസർഗോഡ്, അനിൽ B കളത്തിൽ വലിയരിക്കൽ, T രഘുവരൻ വൈപ്പിൻ എന്നിങ്ങനെ നേതൃത്വം നൽകും. മറ്റു കേന്ദ്രങ്ങളിൽ വിവിധ ട്രേഡ് യൂണിയൻ, സാമുദായിക, സാമൂഹ്യ രാഷ്ട്രീയ നേതാക്കൾ സംസാരിക്കും. അനുബന്ധ മേഖലയിൽ പണി ചെയ്യുന്ന തൊഴിലാളികൾ, സംസ്ഥാനത്തെ ഫിഷ് മർച്ചന്റ് അസോസിയേഷൻ, ഐസ് ഫാക്ടറി ഉടമകളുടെ സംഘടനകൾ, ബോട്ട് ഓണേഴ്സ് സംഘടന ഇവരാകെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും പി ചിത്തരഞ്ജൻ MLA അറിയിച്ചു. കടൽ മണൽ ഖനനത്തിനെതിരെ സംസ്ഥാന സർക്കാർ ശക്തമായ വിയോജിപ്പ് കേന്ദ്ര ഗവൺമെന്റിന് രേഖാമൂലവും നേരിട്ടും അറിയിച്ചിട്ടുണ്ട്. തുടർന്ന് നിയമസഭ തന്നെ പ്രമേയം പാസാക്കി കേരളത്തിന്റെ വികാരം കേന്ദ്ര ഗവൺമെന്റിനെ അറിയിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു കഴിഞ്ഞു. കേന്ദ്ര സർക്കാർ നയത്തിനെതിരെ മാർച്ച് 12-ന് ഡൽഹിയിൽ പാർലമെന്റ് മാർച്ച് നടക്കും. ഇതിനായി യാത്ര പുറപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് യാത്രയയപ്പ് സമ്മേളനങ്ങൾ സംഘടിപ്പിക്കും. ഈ ജനവികാരം കണക്കിലെടുത്ത് ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതും മത്സ്യബന്ധന മേഖലയെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന കടൽ മണൽ ഖനന നടപടികൾ റദ്ദ് ചെയ്യുന്നില്ലെങ്കിൽ കൂടുതൽ ശക്തമായ സമരപരിപാടികൾ നടത്തുവാൻ കേരള സ്റ്റേറ്റ് ഫിഷറീസ് കോർഡിനേഷൻ യോഗം ചേർന്ന് തീരുമാനിക്കുമെന്ന് പി ചിത്തരഞ്ജൻ MLA വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്.